കരിവെള്ളൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രഭാത സവാരിക്കിറങ്ങുന്ന സ്ത്രീകളെയാണ് രണ്ടാഴ്ചയായി അജ്ഞാതൻ ആക്രമിക്കുന്നത്. സ്കൂട്ടറിൽ ഹെൽമറ്റുമായി ചീറിപ്പാഞ്ഞെത്തി ആക്രമി സ്ത്രീകളെ പിന്നിൽ നിന്ന് അടിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു പതിവ്. ഇയാളെ പിടികൂടാൻ പലതവണ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പെരളം, കൊഴുമ്മൽ, പുത്തൂർ ഭാഗങ്ങളിലുള്ളവർക്കാണ് ആദ്യം അടികിട്ടിയത്. ഇതിനകം 10-ലധികം സ്ത്രീകൾ ആക്രമണം നേരിട്ടു. പുലർച്ചെ വെളിച്ചം വീഴുന്നതിന് മുൻപാണ് അജ്ഞാതന്റെ ആക്രമണം. ഇതിനെതിരെയാണ് പാലക്കുന്നിലെ വീട്ടമ്മമാർ പുലർച്ചെ 4:30 വീട് പൂട്ടി പ്രഭാത സവാരിക്കിറങ്ങിയത്. നമ്മളെ കരിവെള്ളൂരും പരിസര പ്രദേശങ്ങളിലും കൂടി നടക്കുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്ന സ്ത്രീകളെ മാത്രം ഒരുത്തൻ ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വന്നിട്ട് ഒരേ അടി. അങ്ങനെ പല ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്കതിലൊന്നും എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പാഠശാല കമ്മിറ്റി, വനിതാ കമ്മിറ്റി കൂടിയിട്ടാകുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് നമ്മളിത് നടത്തിയത്. അപ്പം ഇത് പറഞ്ഞ പോലെ ഇതിന് കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നല്ല, നമുക്ക് മനുഷ്യനായാൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുക എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഒരു പെട്ടെന്നെടുത്ത തീരുമാനം നിലയിലൊരു വിജയമായി എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം എൻ്റെ അഭിപ്രായത്തിൽ അയാളൊരു മനോരോഗിയായിരിക്കും. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിലെ വനിതാവേദി പ്രവർത്തകരാണ് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധ നടത്തം ആരംഭിച്ചത്. പിന്നാലെ പതിവ് പ്രഭാത സവാരിക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നു. പാലക്കുന്ന് മുതൽ വെള്ളിച്ചാൽ വരെയും തിരികെയുമായിരുന്നു നടത്തം. വനിതാവേദി ഭാരവാഹികളായ കെ അനിത, AV സീമ, P ഗീത എന്നിവരാണ് വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.